ഹലോ. പറ കേക്കാം. ആ മോളെ, നീ വിളിച്ചപ്പോഴേ ഞാൻ വർക്കിലായിരുന്നടി. അവിടെ അറബി അടുത്ത് നിൽപ്പുണ്ട്. ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോൾ വിളിച്ച. എന്തുവായിരുന്നു മോളെ? ഹലോ ഹലോ. കട്ടാക്കി പോയോ ഇവള്? നീ ചുമക്കുന്ന കേൾപ്പിക്കാനാണോ എന്നെ ഈ സമയമില്ലാത്ത സമയം? അറബി അടുത്ത് നിൽക്കുന്ന എന്തോ കാര്യമെന്ന് പറയുന്നു. സ്വപ്നേ, എടി പറയടി, ഞാൻ ഈ സമയമില്ലാത്ത സമയത്ത് എന്റെ ദൈവം ഇത് എന്തൊരു കഷ്ടമാണ്. 3-4 ദിവസം കൊണ്ട് തുടങ്ങിയത്. ഞാൻ ഈ കുറച്ച് കളിപ്പെടെ മണ്ടേ നേരത്തെ താടിച്ചാവും. ഞാനിത് കഴിഞ്ഞോ? നിങ്ങളുടെ ആട്ടം കഴിഞ്ഞോ? കഴിഞ്ഞോന്നാ? നിങ്ങളും നിങ്ങളുടെ അച്ഛനും കൂടി ഈ വീട്ടിൽ അങ്ങ് പുറത്തോ. ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്? എന്നെ കല്യാണം കഴിച്ചോട്ട് വന്നിട്ട് 7-8 മാസമായി. ഇതുവരെ നിങ്ങൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് അയക്കുന്ന പൈസ എന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ? ഇല്ല. എല്ലാം നിങ്ങളുടെ അച്ഛൻ്റെ അക്കൗണ്ടിൽ. എന്തുമാത്രം നല്ല നല്ല ജോലിക്കാരുടെ ആലോചന എനിക്ക് വന്നാന്നറിയാമോ? അതെല്ലാം ഞാൻ വേണ്ടാന്ന് വെച്ച് ഒരു ഗൾഫുകാരനെ കഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച എന്തിനാ? നിങ്ങൾ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് പൈസ അയക്കുമ്പോൾ എനിക്ക് ഇവിടുന്ന് ദൂർത്തടിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാ. അല്ല, അതെല്ലാം കൂട്ടി വെച്ച് എനിക്ക് ഓർത്ത് സന്തോഷിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. പറ്റത്തില്ലല്ലോ. ഇപ്പോഴെന്താ കുഴപ്പമെന്ന് പറയാന്ന്? ഇതിലെ രണ്ടിലൊരു തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അച്ഛനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ വീട്ടിൽ പോകും. എടി, ഈ നിസാര കാര്യത്തിനൊക്കെ നീ പിണങ്ങി പോവാണോ പെണ്ണേ? നിസാറിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്തോ അത്? ലൗഡ് സ്പീക്കർ ആയിരുന്നു. നിന്റെ നിസാർ കൗണ്ടർ അറബി കേട്ട് എന്നോട് പൊക്കോളാൻ പറഞ്ഞു. അതൊന്നും എനിക്കറിയണ്ട. പൈസ എന്റെ പേരിൽ അയച്ചില്ലാന്നുണ്ടെങ്കിൽ ഞാൻ പോകും. എടി, നീ അച്ഛനെ കൂടെ, ഞാൻ അച്ഛനോട് സംസാരിക്കാം. അച്ഛനോട് കണ്ടോണ്ട് പോയി തിരക്ക. ഇനി എന്നെ വിളിച്ചാൽ ഞാൻ എടുക്കുന്നുമില്ല. ഈ വരുന്നത് ഉറാങ്കൂട്ടാനല്ല, എന്റെ അമ്മായിയച്ഛൻ ഓമനക്കുട്ടനാ. ഇത് എന്തൊരു പുതുമാർച്ചയാ ഇത്? എന്തുവാ ഇത്? എന്റെ പൊന്നു കുഞ്ഞെ, മുറ്റത്തുനിന്ന് അടുക്കളയിലോട്ട് കയറി അറിയാതൊന്ന് ഇടത് തിരിഞ്ഞു ചെന്ന് കയറിയത് പാതകത്തിന്റെ അടിയിൽ. 1.5 മണിക്കൂർ എടുത്ത് അവിടുന്ന് പുറത്തിറങ്ങാൻ. ഇത്രയും നാളായിട്ട് അറിയത്തില്ലായിരുന്നു അടുക്കളയിൽ നേരത്തോട്ട് തിരിഞ്ഞ പാതകമാന്ന്? അതെങ്ങനെ അറിയാനെ കൊണ്ടാ? നോക്ക്, ഒരുത്തൻ ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടേക്കും അടപണ്ടാരം വീട്. 10-28 മുറി. ഇതിൽ മുറി ഏതാ, വർക്കേരിയ ഏതാ, കക്കൂസ് ഏതാന്ന് ആർക്കറിയാനെ കൊണ്ടാ? കഴിഞ്ഞ ദിവസം ഈ 2 നിലയുടെ മണ്ടയ്ക്ക് ഞാൻ അറിയാതെ ഒന്ന് കയറി. 2 ദിവസം എടുത്തു വഴി തിരക്കി പിടിച്ച് താഴെ ഇറങ്ങാനെ കൊണ്ട്. അയ്യോ, അച്ഛൻ മോളിലുണ്ടായിരുന്നോ? കാണാതായപ്പോ ഞാൻ വിചാരിച്ചു നാത്തൂന്റെ വീട്ടിൽ പോയതാന്ന്. അപ്പൊ ഞാൻ മേളിൽ കിടന്ന് അലക്കുകയും തട്ടുകയും മുട്ടുകയൊക്കെ ചെയ്യുന്നത് കേട്ടില്ലോടി നീ? കേട്ടു. ഞാൻ വിചാരിച്ചു വല്ല മരപ്പട്ടിയായിരിക്കും. എന്തിനാ വളഞ്ഞു തിരിഞ്ഞ് വിളിക്കുന്നത്? മുഖത്ത് നോക്കി ഡയറക്റ്റ് അങ്ങ് വിളിക്കങ്ങ്. ഞാൻ അത് ശീലിച്ചിട്ടില്ല. ഞങ്ങളുടെയൊക്കെ തറവാട്ടിൽ പണ്ടൊക്കെ ആണുങ്ങൾ വന്നാൽ പെണ്ണുങ്ങൾ എഴുന്നേറ്റ് കൊടുക്കും ബഹുമാനം കൊണ്ട്. അത് ബഹുമാനം കൊണ്ടല്ല. നിങ്ങളുടെ വീട്ടിൽ ഒരു കസേര ഉണ്ടായിരിക്കും. അതുകൊണ്ടൊന്നുമല്ല. 2-3 കസേര മോൻ മേടിച്ചിട്ടേക്കോല്ലോ, കേറി ഇരിക്കണം. മാറി മാറി കസേരയിലിരിക്കാൻ പൊന്നോണത്തിന് കസേര കളി മത്സരം നടക്കുമല്ലോ. ഞങ്ങളുടെ തറവാട്ടിലെ പെണ്ണുങ്ങളൊന്നും കൈവെക്കുന്നിടത്ത് കാല് വെക്കത്തില്ല. എന്താ, അവർക്ക് കാലെത്തത്തില്ലായിരുന്നു? ഞങ്ങളുടെ തറവാട്ടിലെ പെണ്ണുങ്ങളൊന്നും തർക്കുത്തരം ഇങ്ങനെ പറയത്തില്ല. ഞങ്ങളുടെ തറവാട്ടിലെ പെണ്ണുങ്ങളൊന്നും എന്ന് കാണിക്കത്തില്ല. ഞങ്ങളുടെ തറവാട്ടിലെ ആണുങ്ങളൊന്നും ഫേസ് പാക്ക് എടുത്ത് തിന്നത്തില്ല. ഞാൻ വെളുക്കാൻ എന്റെ മുഖത്ത് വെച്ച് എനിക്ക് വെളുക്കാൻ വെളുക്കട്ടെ, നിന്റെ മുഖം വെളുക്കട്ടെ. അല്ലെങ്കിൽ 2-3 ദിവസം കൊണ്ട് എന്നെ കാണുമ്പോ നിന്റെ മുഖം കറക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛന് തെറ്റിപ്പോയി. തെറ്റിയതാണോ? ചുമ്മാ തോന്നിയാണോ? എനിക്ക് തോന്നിയ തെറ്റിയെന്നല്ല പറഞ്ഞത്. 2-3 അല്ല, ഒരു 1.5 ആഴ്ചയായിട്ട് എന്റെ മുഖത്തിന് നല്ല കടുപ്പ്. അതെന്തുവാന്നല്ലേ ചോദിച്ചത്? അച്ഛൻ, ഞാൻ ഈ വീട്ടിലെ മരുമോളാണോ അതോ ഒരു ഭിക്ഷാടനക്കാരിയാണോ? അതെന്തോ ഇപ്പൊ നിനക്ക് അങ്ങനെ ഒരു സംശയം? എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ അച്ഛന്റെ കയ്യിൽ വന്ന് ഇങ്ങനെ നീട്ടണം. അതിനെന്താ കുഴപ്പമെന്താ? നീട്ടണം. 7-8 മാസമായി എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് വീർപ്പ് ചീന്തി പൈസ അയക്കുന്നു. അത് എന്റെ അക്കൗണ്ടിൽ അയക്കേണ്ടത്, അല്ലാതെ അച്ഛന്റെ അക്കൗണ്ടിലല്ല. നിന്റെ ഭർത്താവ് ആകുന്നതിന് മുമ്പ് അവനെ ഞാനാണ് 10-28 വയസ്സ് വരെ വളർത്തിയത്. അവൻ അധ്വാനിക്കുന്ന പൈസ എന്റെ കയ്യിലാണ് അവൻ തരേണ്ടത്. 7-8 മാസത്തെ കാര്യം മാത്രം ഞാൻ നോക്കിയാൽ മതി. 10-28 കൊല്ലത്തിന്റെ കാര്യം എനിക്കറിയണ്ട. ഇപ്പൊ എന്റെ ഉത്തരവാദിത്തം മൊത്തം അയാളാണ് നോക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് പൈസ വരേണ്ടത് എന്റെ അക്കൗണ്ടിലാണ്. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ആ ചെറുക്കൻ എന്റെ കയ്യിൽ പൈസ അയച്ചു തരുന്നോണ്ടാണ് ഞാനത് കയ്യിൽ ചുരുട്ടിക്കൂട്ടി പിടിച്ച് ഈ കാണുന്ന എല്ലാം ഉണ്ടാക്കിയത്. അച്ഛാ, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ എന്റെ അച്ഛനെ വിവരം പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. എന്റെ അച്ഛൻ വരുമ്പം വായിരിക്കുന്ന കേക്കാം. ഓ, നമ്മുടെയൊക്കെ അച്ഛന്റെ വായി നാക്കാ, ഇവർ അച്ഛന്റെ വായി കേക്കാ. വായിരിക്കുമ്പോ എന്റെ അച്ഛൻ പറയുന്നത് കേൾക്കാനാ ഞാൻ പറഞ്ഞത്. എന്താ പറയാനെ കൊണ്ട്? ഇങ്ങോട്ട് വരട്ടെ, അല്ലെങ്കിൽ ഞാൻ വിളിച്ചു വരട്ടെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. ധാരണ സ്വന്തം ശരീരം സഞ്ചിക്കത്തിട്ടുണ്ട് വരുന്നേ.
കുഞ്ഞുമോളെ അയ്യോ. എത്ര നാളെ അച്ചായി കണ്ടിട്ട് കണ്ണ് കാണുമ്പോഴേ കിട്ടുന്ന ഉമ്മ തന്നില്ല. അങ്ങനെ തലയും കിട്ടുന്ന തരാം. ഒന്നും കൂടെ. അതെന്താ? 2 പൂട ഉണ്ടായിരുന്നു കറുത്ത, അതും അങ്ങ് നരച്ചു. ഇത്ര നേരം എവിടെ ആയിരുന്നു പറ. നീ വിളിക്കുമ്പോ ഇങ്ങോട്ട് കയറി വരാൻ പറ്റുമോ എനിക്ക്? എവിടെ പോയി കിടക്കുവായിരുന്നു? ഞാൻ അടൂര് ട്രഷറി പോയാലായിരുന്നു. എവിടെ? അടൂര് ട്രഷറി. അതിന് അച്ഛന്റെ പെൻഷൻ വരുന്നത് പത്തനംതിട്ട ട്രഷറിയില്ലയോ? ഞാൻ ഇന്നും പത്തനംതിട്ട ട്രഷറിയിലോട്ട് പോകുമ്പോൾ ആൾക്കാർ ചോദിക്കും നളിനാശൻ ചേട്ടൻ എങ്ങോട്ട് പോവാന്ന്. ഞാൻ പറഞ്ഞു പത്തനംതിട്ട ട്രഷറി പോവാന്ന് പറഞ്ഞു. എന്റെ ട്രഷറിയുടെ പ്രഷറിൽ പത്തനംതിട്ട ട്രഷറി തെറിച്ച് അടൂര് പോയി. ദൈവമേ, എനിക്ക് വയ്യ. എന്നാലും നളിനാക്ഷനളിയോ ഒമ്മനക്കുട്ടൻ നള്ളിയോ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് പുതപ്പ് മടക്കി വെച്ചേക്കുമായിരിക്കും. അന്ന കാലം നിൽക്കാതിരിക്ക, കൊച്ചു ചായ ഇട്ട് തരും. ചായ എടുക്കാൻ പോകാന്നോ? ആണ്. രാവിലെ പ്ലാസ്റ്റിക്കിൽ എനിക്ക് ഷുഗർ ഇല്ലെന്ന് കണ്ടു കേട്ടോ. 5 കലക്കി കൊടുക്കാൻ പറയുക, കലക്കി കൊടുക്ക. കെട്ടിയോളം പഞ്ചസാര കലക്കി തരത്തില്ല ചായക്കകത്ത്. പിന്നെന്താ വാളംപൊഴിയാ പിടിഞ്ഞൊഴിക്കുന്നത്? ഒമ്മനക്കുട്ടൻ നള്ളിയോ പിന്നെ എന്താ സാമ്പ്രാണി കൊണ്ടുവരാഞ്ഞേ? സാമ്പ്രാണിക്കോ? മറ്റേ കല്യാണ ഭാര്യയുടെ മറ്റേ സംഭവമില്ല പേര് സാമ്പ്രാണി എന്നല്ല, സഹധർമ്മിണി. ആ സാധനത്തെ എന്താ കൊണ്ടുവരാഞ്ഞേ? അവളങ്ങ് ദൂരെ കല്യാണത്തിന് പോയേക്കുവാ. എവിടെ? ട്രിവാൻഡ്രം. അളിയെന്താ പോകാൻ ട്രിവാൻഡ്രത്ത് കല്യാണം? ഞാൻ ഈ ദൂരെ എങ്ങും കല്യാണത്തിന് പോകാറില്ല അളിയാ. ആ യാത്രയൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, അതാ. അതൊന്നുമല്ല, പിന്നെ അവിടുത്തെ സദ്യ ഉണ്ടെങ്കിൽ തിരിച്ച് വീട്ടിൽ വരുന്നതിന്റെ ഇടയ്ക്ക് വെച്ച് എനിക്ക് വിശക്കും. ഞാൻ ടൂറിസ്റ്റ് ബസ്സിലെ സ്പോഞ്ച് കടിച്ചു പറിച്ചു തിന്നും. അതുകൊണ്ട് ഞാൻ തൊട്ടടുത്തുള്ള വീട്ടിലാണ് കല്യാണത്തിനൊക്കെ പോകുന്നത്. അത് കൊള്ളാം. അതാകുമ്പോ കേറി ഇറങ്ങിത്തില്ലല്ലോ. അതെ അതെ അതെ. അളിയനിപ്പോ കല്യാണത്തിനൊന്നും പോകാറില്ലയോ? ഇല്ല, ഞാൻ ഈ കൈക്ക് സുഖമില്ല, അതുകൊണ്ട് പോകത്തില്ല. ശരിയായിട്ടേ പോകുന്നുള്ളൂ ഞാൻ. കൈക്കെന്ത് പറ്റിയത്? അത് നമ്മളെ പുളിങ്കിയിലെ പ്രസാദിന്റെ മോടെ കല്യാണം ഇല്ലായിരുന്നു? കഴിഞ്ഞ കണക്ക് നടന്നേ. അന്ന് ഞാൻ പോയായിരുന്നു. തൊട്ടപ്പുറത്തിരുന്നവന്റെ ഇലയിൽ നിന്ന് പഴം എടുത്തെന്ന് പറഞ്ഞ് 2 ഡെസ്കിന്റെ ഇടയ്ക്ക് വെച്ച് ഞറക്കി കളഞ്ഞു. വല്ലവരും പഴം തപ്പാ സ്വന്തം പഴമില്ലായിരുന്നു, അത് തിന്നത്തില്ലായിരുന്നു ഞാൻ. അല്ല, എനിക്ക് 2 പഴം വേണം. ഒന്ന് പ്രഥമന്റെ കൂടെ ഞെവടി അടിക്കാനും, പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ നാരങ്ങയും പപ്പടവും പിടിച്ച് പഴവും ഇങ്ങനെ പിടിച്ചിട്ട് പോകാൻ എല്ലാവരും അറിയണ്ടേ? 2 പഴം വേണം. അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഈ പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ലയോ? ഞാൻ ഇറങ്ങത്തില്ല. എന്താ? ഈ ഇറങ്ങി ഈ യാത്രാ സൗകര്യം, നമ്മൾ ഈ മലമൂട്ടിലല്ലേ, നമ്മൾ ഒറ്റ വീടല്ല ഉള്ളൂ, ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത് ഇവിടെ ബസ് സൗകര്യം ഇല്ല. അല്ലാതെ ഞാൻ ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ എനിക്ക് തോന്നി ഇങ്ങോട്ട് ബസ്സില്ലെന്ന്. അങ്ങനെ വണ്ടമ്പേട്ടി വന്നു കഴിഞ്ഞപ്പോൾ ചെറുക്കൻ സ്കൂട്ടറിൽ ഇങ്ങനെ പോന്നു. ഞാൻ കൈ കാണിച്ചിട്ട് ചെറുക്കൻ്റെ പറഞ്ഞു മനെ എന്നെ അങ്ങോട്ട് നടക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞു ഹെൽമെറ്റ് ഇല്ലാതെ പുറകെ ഇരിക്കാൻ പറ്റത്തില്ലെന്ന്. ഇല്ല, ഭയങ്കര ഒഫൻസ് അത്. പിന്നെ അവരെന്നെ ഇവിടെ കൊണ്ടുവിട്ടു. അതെങ്ങനെ? അവിടെയാണ് എന്റെ ബ്രില്യൻസ് വർക്ക് ചെയ്തത്. എന്തുവാ സംഭവം? ഞാൻ അവിടുന്ന് ഒരു ചണം ചാക്ക് വാങ്ങി ചെറുക്കൻ്റെ കൊടുത്ത് പറഞ്ഞു എന്നെ ചാക്കി കെട്ടി പുറകെ വെച്ചിട്ട് കൊലയാന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അവൻ ഈ മേളിൽ കൊണ്ട് എന്നെ അയച്ചു വിട്ടു. അങ്ങനെ ഞാൻ ഇവിടെ വന്നത്. ആ ചാക്ക് കഴിക്കണ്ടായിരുന്നു. ഈ കൊല അവൻ വീട്ടിൽ കൊണ്ട് പഴുപ്പിച്ച് ഇരിച്ചങ്ങ് തിന്നേനെ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ മഴ വരുന്നതൊന്നും ഞാനേ മുറ്റത്തിന്റെ തുണി അലക്കിയിട്ടിട്ടുണ്ട്. ഉടുപ്പും മുണ്ടുമൊക്കെ അത് എടുത്തോണ്ട് വരട്ടെ. കൊച്ചെടുത്ത് എടുത്തില്ലയോ എന്റെ ഉടുപ്പും മുണ്ടുവോ? അവൾ എന്റെ ഉടുപ്പും മുണ്ടും എടുത്തിട്ടാ പിന്നെ ഞാൻ എന്തോ എടുത്തിടും? അതല്ലേ അവിടുന്ന് കൊച്ചെടുത്ത് പെരക്കകത്ത് മടക്കിയെടുത്ത് വെക്കത്തില്ലെന്ന്. പറ്റത്തില്ല. എന്റെ സാധനം മറ്റൊരുത്തിനെ കൊണ്ട് ഞാൻ തൊടിയിക്കത്തില്ല. ഓ, ഭയങ്കര നിർബന്ധബുദ്ധിക്കാരനല്ലയോ? പിന്നെ നിർബന്ധം കണ്ടുപിടിച്ച് ഞാൻ കുഞ്ഞയ്യേ ചായ കുടിച്ചാട്ടെ. നല്ല മനുഷ്യൻ കേട്ടോ. ആണോ? ആ, നമ്മളൊന്നും കണ്ട പോലല്ല. ആ രൂപത്തിലും ഭാവത്തിലും മാത്രമേ ഉള്ളൂ, മനസ്സ് മൊത്തം ദുഷിപ്പാ. ആര് പറഞ്ഞു? ഞാൻ പറയുന്നത് അച്ചായിയോട് ഞാൻ ഫോണിൽ വിളിച്ചപ്പോ പറഞ്ഞില്ലായിരുന്നല്ല, അനൂപേട്ടന്റെ പൈസ മൊത്തം എന്റെ അക്കൗണ്ടിലോട്ട് ഇട്ട് തരണമെന്ന് അച്ചായി പറയണമെന്ന്. എനിക്ക് നല്ല മനുഷ്യന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ എന്റെ ഈ അനുവദിക്കുന്നില്ല, എന്റെ അഭിമാനം അനുവദിക്കുന്നില്ലെന്ന്. അച്ചായിക്ക് ഞാനാണോ വലുത്, അത് അങ്ങേരാണോ വലുത്? ആണോ? ഞാൻ എങ്ങനെ ചോദിക്കണമെന്ന് പറയാൻ കേട്ടോ. നല്ല രീതിയിൽ സംസാരിച്ചാൽ ഒന്നും നോക്കത്തില്ല, നല്ലതായിട്ട് അങ്ങോട്ട് ഉപദ്രവിക്കണം. ഉപദ്രവിക്കണം? ഇറക്കി വിട്ടാലും വേണ്ടില്ല, നമ്മുടെ ആവശ്യം നമ്മൾ നേടിയെടുക്കുക തന്നെ വേണം. അപ്പൊ ഞാൻ ഉപദ്രവിക്കണം. വാങ്ങിച്ചപ്പോ ഈ ഡിസൈൻ ഇല്ലായിരുന്നല്ലോ. കാക്കക്കാട്ടോ. അവനെ കിട്ടണല്ലയോ? മുണ്ടൊക്കെ ഉണങ്ങിയോ? മുണ്ടക്കായ മാത്രമല്ല, കേരളം മൊത്തം ഉണങ്ങി. അമ്മാതിരി ചൂടല്ലയോ? അതല്ലേ ചോദിച്ചേ, ഈ മുണ്ടൊക്കെ ഉണങ്ങിയോന്ന് ചോദിച്ചായിരുന്നു. അതുണങ്ങി. അല്ലയോ? ഈ വടി എന്തിനാ എപ്പോഴെങ്കിലും കൊണ്ട് നടക്കുന്നത്? ഈ വടി കൊച്ചയ്ക്കിരിക്കാൻ പേടി. എന്റെ കൂടെ വരുവാ അവൻ. ഇത് പണിയിപ്പിച്ചാത്ത ഈ സാധനം വടിയാന്നോ? അല്ല ഈ നാക്ക് അല്ല ഇങ്ങനെ പറഞ്ഞു കയറ്റി വിടുന്നു, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. പാരമ്പര്യം. ഞാൻ ഈ പണ്ടൊക്കെ ഇത് വടി ഇങ്ങനെ കറക്കുമായിരുന്നു. അറിയാതാകും. അത് ശീലമില്ലാത്തോണ്ട്, എടുത്ത് പ്രയോഗിച്ച് ശീലമില്ലാത്തോണ്ട്. അറിയാതൊന്നും പറഞ്ഞ കൊടുക്കാ. ഞാനേ അറിയാതൊക്കെ ഇതിൽ കറക്കുന്ന സമയത്തേ ഇതിൽ കൊള്ളും. അത് ഈ പരിചയമില്ലാത്തിരിക്കുന്ന കറക്കുമ്പോ കൊള്ളുന്ന സംഭവം. പുന്നമടക്കായല്ലേ വള്ളംകളിക്ക് വന്നിട്ടുണ്ടോ? അവിടുത്തെ ആദ്യത്തെ തോഴ ഞാനാ തുടങ്ങിയത്. അന്ന് തോറ്റായിരുന്നില്ലയോ? അതെന്താ? കൊള്ളിക്കാൻ അറിയത്തില്ലല്ലോ. കാലിയിൽ ഒരു ചവിട്ട് കൊടുക്ക, എങ്ങനെയെങ്കിലും അക്രമാസക്തനാക്കിയിട്ട് നമ്മുടെ കാര്യം നേടിയെടുക്കണം. അല്ലയോ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ, കാര്യങ്ങളൊക്കെ? എന്താ പറയാനാളിയാ ഇങ്ങനെ പണിയും അതെ എന്റെ അളിയ എന്തുവേലും പറയാനുണ്ടെങ്കിൽ പറ. വളച്ചു കുത്തി പറയാതെ അതിനുള്ള അവസരമായത്.
അവിടെ ഇരുത്തിയിട്ട് പള്ളക്ക് കൂട്ടും. ഇരിക്കല്ലേ ഇരിക്കേ ഇരിക്കണോ? ഇരിക്കേ. അനുവേട്ടന്റെ കാര്യം ചോദിക്കും, അനുവേട്ടന്റെ കാര്യം ചോദിക്കും. ചെറുക്കനൊക്കെ ഇപ്പൊ വിളിക്കാറുണ്ടോ? ആ വിളിക്കും വിളിക്കും. അവന് ആഴ്ചയിൽ ഒരു തവണയൊക്കെ വിളിക്കും. അവൻ എന്നെ എന്നും വിളിക്കും. എന്നും വിളിക്കും. എപ്പോഴും വിളിച്ചു കസ്റ്റമർ കോൾ പോലും ഇങ്ങനെ അങ്ങനെ എനിക്ക് വരുന്നില്ല. അതുപോലെ വിളിച്ചത് ഫോണും ചെന്ന് എന്താ കാണിച്ചത്? അവന്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത്. എന്തോ പരിപാടിയാണ് കാണിച്ചത്? അനുവേട്ടന്റെ നമ്പർ എന്തിനാ അച്ഛയുടെ ഫോണിൽ ഡിലീറ്റ് ചെയ്തത്? എടീ, ആവശ്യമില്ലാത്ത പൈസയും സമയം കളയുന്ന എന്തിനാ? ആ സമയം കൊണ്ട് പണിയെടുക്കത്തില്ല. ഉണ്ടോ? ഇത് നമ്മുടെ അനൂപിന്റെ നമ്പരല്ല, എല്ലാം ഞാൻ അനൂപെന്ന് ഇട്ട് വെച്ചേക്കുന്നത് പെണ്ണുമ്പിള്ള മകായിരിക്കാൻ വേണ്ടി. ലക്ഷ്മണിയോ എന്തോ ഇത്രയും പ്രായമായാലും ചുറ്റിക്കളിയൊക്കെ ഉണ്ട്. ഡയറ്റ് ചെയ്യാന്ന് പറഞ്ഞാലും മെനു കാർഡ് നോക്കുന്നതിന് കുഴപ്പമുണ്ടോ? ആരും പറഞ്ഞോടിക്കാതെ. അത് പിന്നെ ഈ ചെറുക്കൻ അയച്ചു തരുന്ന പൈസ ഒക്കെ എന്ത് ചെയ്യുന്നു? അപ്പൊ ചെറുക്കൻ അയച്ചു തരുന്ന പൈസ എന്ത് ചെയ്യുന്നു അറിയണം. ഒരു നീക്കുപോക്ക് ഉണ്ടാക്കണം. എന്നാ പുറയിലൊരു മരം വീണ് കിടപ്പുണ്ട്, പോയി നീക്കിയിട, എന്നിട്ട് പൊക്കോ. അപ്പൊ ഒരു നീക്കുപോക്കായില്ലേ? എന്റെ പൊന്നച്ചാ, ഈ കാര്യം അങ്ങ് ഡയറക്റ്റ് ആയിട്ട് പറയാം അങ്ങോട്ട്. എന്റെ മകളെ ഇത്ര നാളും വളർത്തി ഒരു കല്യാണമൊക്കെ കഴിപ്പിച്ച് പഠിപ്പിച്ച് ഇവിടെ അയച്ചതിൽ എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ കാര്യങ്ങളും ഈ കാര്യ ഗൗരവങ്ങളും എന്നെ അറിയിക്കുകയും തൽപ്രകാരം എന്നെ ഇവിടെ ക്ഷണിക്കപ്പെടുകയും ഞാനിവിടെ വരികയും ഈ പ്രശ്നത്തിന്റെ പേരിൽ അടുത്ത നിയമസഭയിൽ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടി ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ഞാൻ ഒരു പറഞ്ഞുകൊണ്ട് വിളിക്കാം മീറ്റിംഗ്. എന്റെ മോളുടെ കാര്യത്തിൽ എന്റെ മോളുടെ മാത്രമല്ല ഒരുപാട് പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഈ വേദനകൾ സർക്കാർ കാണണമെന്നും അടുത്ത പഞ്ചായത്ത് ഇലക്ഷന്റെ നമ്മൾ അവർക്ക് വോട്ട് കൊടുക്കത്തില്ല എന്നുള്ള പേരിലും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളൊന്നും സംസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് കൃതജ്ഞ അർപ്പിക്കാൻ സ്വപ്ന മേടത്തെ രണ്ടുപേരും നിർത്തിക്കോളെ. സമ്മേളനം കൂടുവന്നത് ആണോ? ആണോ? എന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാനും ഞാൻ അച്ചായി വിളിച്ചു വരുത്തിയത്. ഡയറക്റ്റ് ആയിട്ട് കാര്യം അങ്ങോട്ട് പറയാച്ചായി. അവനെ കുട്ടി നല്ലിയോ? എന്തോ നല്ല ലക്ഷം കളിയാ. ഇനി പൈസ അയക്കുമ്പോ ഈ കൊച്ചിന്റെ പേരിൽ അയക്കാൻ പറയണം, നിങ്ങളുടെ പേരിൽ അയക്കരുത്. അതാ. അയ്യോ, അത് പറ്റത്തില്ല. എന്താ? പക്വതയില്ലെന്ന് വെക്ക്. അതെങ്ങനെ പിന്നെ അയച്ചു കൊടുക്കും ഞാൻ? ഇനി ഈ വീട്ടിലെ കാര്യങ്ങൾ എന്റെ പെണ്ണ എന്റെ കുഞ്ഞാ നോക്കേണ്ടതല്ല, അല്ല ഇയാളല്ല നോക്കേണ്ടത്. എന്റെ പൊന്ന് നല്ല ലക്ഷണിയെ പറ്റത്തില്ല. പൈസ അവക്ക് അയച്ചു കൊടുക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? ആ, കൈകാര്യം ചെയ്യാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഇല്ല, നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ അവനോട് പറയാം പകുതി പൈസ നല്ല ലക്ഷണിന് അയച്ചു തരാൻ. പറ്റത്തില്ല. അത് പറ്റാതെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് എന്താ പൊളിക്കൂ? അത് കൊള്ളാവില്ല അച്ചായി, അത് കൊള്ളാവില്ലോ. എന്റെ പേര് അയക്കാൻ പറയാ, അതിനല്ലേ വിളിച്ചത്. എന്റെ പേര് പൈസ അയച്ചാൽ അളിയും പറഞ്ഞു അതൊക്കെ സംഭവിച്ചത്. അങ്ങനാണ്. ഓക്കെ, അളിയന്റെ പേര് പൈസ അയച്ചാൽ ഇവള് ചെലവാക്കാൻ അറിയത്തില്ല. ദൂർത്താണ് ഇവള്. ഓഹോ, അച്ഛനും അമ്മയച്ഛനും അങ്ങ് ഒരുമിച്ചായി. എനിക്ക് പൈസ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ വീടും പെരടും എല്ലാം നിർത്തി കത്തിച്ചിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോകും. ഈ ബന്ധം ഞാൻ വേടാൻ നോക്കും. ഞാൻ പറഞ്ഞേക്കാം. നീ അങ്ങനെ വീട്ടോട് വരാന്ന് ഒരു കാര്യം കൂടെ ചെയ്യണം. എന്തുവാ? നിന്നെ വളർത്തി എന്നെ പഠിപ്പിച്ച് എന്നെ കല്യാണത്തിന് ചെലവ് കണക്ക് തീർത്ത് എനിക്ക് തന്നിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് കയറിയാ മതി. നല്ല ലക്ഷണിയോ പറയൂ അമ്പലക്കുട്ടനല്ലയാ. അളിയൻ ഇപ്പൊ പറഞ്ഞ അതേ ഐഡിയയാണ് ഞാൻ എന്റെ മോന്റെ അടുത്ത് കാണിക്കുന്നത്. എനിക്ക് ചെലവായ മൊത്തം പൈസയും തരാതെ 5 പൈസ അവന്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കുകയല്ല. അങ്ങനെ വേണം. കണ്ടോ കണ്ടോ, സ്വന്തം മക്കളെ വളർത്തിയതിന്റെയും കണക്ക് പറയുന്ന 2 തന്തമാര്. ഇനി ഇപ്പൊ ഞങ്ങൾ കണക്ക് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ഒരു കിടപ്പിലാകുമ്പോ ഞങ്ങളുടെ കാര്യം കണക്കാ കേട്ടാ മോള്. അച്ചായി കുച്ചായി